أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് യുദ്ധത്തിൽ പരിക്ക് പറ്റിയതിനെ പറ്റിയുള്ള വിശദീകരണത്തിൽ ചില നിവേദനങ്ങൾ ഇപ്രകാരമാകുന്നു. ഹദ്റത്ത് ഇബ്നു അബ്ബാസിന്റെ നിവേദനമനുസരിച്ച് ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തദ്ദ ഗദബുല്ലാഹി അലാ മൻ ഖതലഹു നബിയ്യു ഫീ സബീലില്ലാഹ് ഇഷ്തദ്ദ ഗദബുല്ലാഹി അലാ ഖൗമിൻ ദമു വജ്ഹ നബിയില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ നബി കൊലപ്പെടുത്തിയവനോട് അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കും. റസൂലുള്ളാഹിന്റെ മുഖത്തെ രക്തമംഗലമാക്കിയ സമൂഹത്തിനു മേൽ അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കും. ഇബ്രാനിയുടെ നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്ക് പറ്റിയപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ പരിശുദ്ധ മുഖത്തിന് പരിക്കേൽപ്പിച്ച സമൂഹത്തിനു മേൽ അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കും. തുടർന്ന് അല്പം നിർത്തിയ ശേഷം പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണമേ, കാരണം അവർ അജ്ഞരാകുന്നു. സഹീഹയിലുള്ള നിവേദനത്തിലും ഇതുതന്നെയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹുമ്മഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവേ, എൻ്റെ സമുദായത്തിന് പുറത്തു കൊടുത്താലും, കാരണം അവർ അജ്ഞരാകുന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കാരുണ്യവുമായി താദാത്മ്യം പ്രാപിച്ചതായിരുന്നു. അതുതന്നെയാണ് ഈ അവസ്ഥയിലും മികച്ചു നിന്നത്. അതേസമയം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്ക് പറ്റിയിരുന്നു, രക്തം വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് മേൽ ദുആ ചെയ്യുകയുണ്ടായി. ജനങ്ങൾ അള്ളാഹുവിൻ്റെ നബിയെ അഥവാ പ്രിയപ്പെട്ടവനെ ആക്രമിക്കുമ്പോൾ അവൻ്റെ കോപം ആളിക്കത്തുന്നതാണ്. എന്നാൽ അള്ളാഹുവെ, ഇവർ ചെയ്യുന്ന ഈ അക്രമങ്ങൾ അജ്ഞതയും വിവരക്കേടും കാരണമാണ് ചെയ്യുന്നത്. അവർക്ക് പുറത്തു കൊടുത്താലും അവർക്ക് മേൽ അവരുടെ തെറ്റുകൾ കാരണം ശിക്ഷ ഇറക്കരുതേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. എത്രമാത്രം അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദൃശ്യമാണിത്. സഹീഹ് ബുഖാരിയിൽ ഈ നിവേദനം ഇങ്ങനെ കാണുന്നു, ഖാല അബ്ദുല്ലാഹ് കഅന്നി അൻസുറു ഇലൻ നബിയ്യ യഹ്കി നബിയ്യൻ മിനൽ അംബിയാഇ ضربه قومه فأدماه وهو يمسح الدماء عن وجهه ويقول اللهم اغفر لقومي فإنهم لا يعلمون. ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ മസൂദ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരിൽ ഒരു നബിയുടെ അവസ്ഥ കേൾപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. ഒരു ജനത തങ്ങളുടെ നബിയെ മർദ്ദിച്ച് രക്തത്തിൽ കുളിപ്പിച്ചു.
അദ്ദേഹം തൻ്റെ കൈകൊണ്ട് രക്തം തുടച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: അള്ളാഹുവേ, എൻ്റെ ജനതയ്ക്ക് പുറത്തു കൊടുത്താലും, കാരണം അവർ അജ്ഞരാകുന്നു. ഇതേപ്പറ്റി ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബും സീറത്ത് ഖാത്തമുൻ നബിയീനിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. മലയിടുക്കിൽ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അലിയുടെ സഹായത്തോടെ മുറിവുകൾ വൃത്തിയാക്കുകയായിരുന്നു. 2 വളയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് തറഞ്ഞു പോയിരുന്നു. അത് അബൂ ഉബൈദ ബിൻ ജറാഹ് വളരെ പ്രയാസപ്പെട്ട് തൻ്റെ പല്ലുകൾ കൊണ്ട് വലിച്ചു പുറത്തെടുത്തു. അത് പുറത്തെടുക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ 2 പല്ലുകൾ പൊട്ടിപ്പോവുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുറിവുകളിൽ നിന്ന് വളരെയേറെ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത രക്തം കണ്ട് വളരെ പ്രയാസത്തോടു കൂടി പറഞ്ഞു: कैफ़ा यफ़्लहु क़ौमुन ख़ज़बू वजह नबिय्यिहिम बिद्दम वहुव यदूहुम इला रब्बिहिम. അതായത് തങ്ങളുടെ നബിയുടെ മുഖത്തെ രക്തമംഗലമാക്കിയ സമുദായം എങ്ങനെ മോക്ഷം പ്രാപിക്കാനാണ്? അദ്ദേഹത്തിൻ്റെ കുറ്റം അദ്ദേഹം അവരെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നു എന്നതായിരുന്നു. പിന്നെ അല്പസമയം മൗനം ദീക്ഷിച്ചതിന് ശേഷം പറഞ്ഞു: അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവേ, എൻ്റെ ജനതയ്ക്ക് മാപ്പ് കൊടുത്താലും, കാരണം അവരുടെ ഈ കുറ്റം അജ്ഞതയും വിവരക്കേടും കൊണ്ട് ഉണ്ടായതായിരുന്നു. നിവേദനത്തിൽ പറയുന്നു, ആ സമയത്ത് ഈ ഖുർആനിക വചനം ഇറങ്ങി. ലൈസ ലക മിനൽ അംരി ശൈഉൻ. അതായത് ശിക്ഷയുടെയും മാപ്പിൻ്റെയും കാര്യം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു, അതിൽ നിങ്ങൾക്ക് ഒരു കയ്യുമില്ല. അള്ളാഹു താൻ ഇഷ്ടമുള്ളവർക്ക് മാപ്പാക്കുകയും താൻ ഇച്ഛിക്കുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നു. തുടർന്ന് എഴുതുന്നു: ഫാത്തിമത്തു സുഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച ഭയാനകമായ വാർത്ത കേട്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടു വന്നിരുന്നു. അവർ ഏതാനും സമയം കൊണ്ട് ഉഹുദിലെത്തി. എത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുറിവുകൾ കഴുകാൻ തുടങ്ങി. പക്ഷേ ഒരു നിലയ്ക്കും രക്തം നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഫാത്തിമ പായയുടെ ഒരു കഷ്ണം കത്തിച്ചു. അതിൻ്റെ ചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുറിവിൽ വെച്ച് കെട്ടി. അങ്ങനെ രക്തം വരുന്നത് നിന്നു. മറ്റ് സ്ത്രീകളും ആ സന്ദർഭത്തിൽ പരിക്കേറ്റ സഹാബാക്കൾക്ക് സേവനം ചെയ്തുകൊണ്ട് പുണ്യം കരസ്ഥമാക്കുകയുണ്ടായി. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഇപ്രകാരം വിവരിക്കുന്നു: ഉഹദ് യുദ്ധവേളയിൽ ഒരു കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പടത്തൊപ്പിയിൽ പതിച്ചു. അതിൻ്റെ ഒരു ആണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലയിൽ തറഞ്ഞു പോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ചുറ്റും പടപൊരുതിക്കൊണ്ടിരുന്ന ഷഹീദായ സഹാബാക്കളുടെ മൃതദേഹങ്ങൾക്ക് മേൽ മോഹാത്സ്യപ്പെട്ടു വീഴുകയുണ്ടായി. അതിനുശേഷം വേറെ ചില സഹാബാക്കളുടെ മൃതദേഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ദേഹത്തിനു മീതെ വീഴുകയും ചെയ്തു. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് കരുതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുഴിയിൽ നിന്നും പുറത്തെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബോധം വരികയുണ്ടായി. ശത്രുക്കൾ തനിക്ക് പരിക്കേൽപ്പിച്ചുവെന്നോ, തൻ്റെ പല്ല് പൊട്ടിച്ചുവെന്നോ, തൻ്റെ ബന്ധുമിത്രാദികളെ ഷഹീദാക്കിയെന്നോ ഉള്ള ചിന്ത പോലും ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വീണ ഉടനെ ഇങ്ങനെ ദുആ ചെയ്തു: റബ്ബിഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവേ, ഇവർക്ക് എൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണമേ, അവരുടെ പാപങ്ങൾ മാപ്പാക്കണമേ. ഉഹുദിൽ മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടതും അവർ യുദ്ധം ചെയ്തതും സംബന്ധിച്ച പരാമർശങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. സഅദ് ബിൻ വഖാസ് നിവേദനം ചെയ്യുന്നു: ഞാൻ ഉഹുദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടത്തും വലത്തും 2 ആളുകളെ കണ്ടു. അവർ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു, ശക്തമായി പൊരുതുകയായിരുന്നു. ഞാൻ അവർ 2 പേരെയും അതിനു മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. അതായത് ഹദ്രത്ത് ജിബ്രീൽ അലി ഇസ്ലാമും ഹദ്രത്ത് മിക്കായിൽ അലി ഇസ്ലാമും. ഇത് ബഹിയക്കി നിവേദനം ചെയ്തതാണ്. പിന്നെ മുജാഹിദും നിവേദനം ചെയ്തിട്ടുണ്ട്. പറയുന്നു, മലക്കുകൾ ബദർ ദിവസം മാത്രമാണ് യുദ്ധം ചെയ്തത്. ബൈഹക്കി പറയുന്നു, അവരുടെ വിവക്ഷ ഇതാണ്: അതായത് മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധിക്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൽപ്പനയിൽ ക്ഷമ കാണിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ മലക്കുകൾ യുദ്ധം ചെയ്തില്ല. ഈ സൂചന മലയിടുക്കിലുണ്ടായിരുന്നവരെ പറ്റിയാണ്. അവർ അനുസരണത്തിൻ്റെ മാതൃക കാണിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തപ്പോൾ മലക്കുകൾ സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ അവർ അക്ഷമ കാണിച്ചപ്പോൾ മലക്കുകൾ തങ്ങളുടെ നിഴൽ എടുത്തു മാറ്റുകയുണ്ടായി.
വല്ലാഹു ആലം. ഇത് സംബന്ധിച്ച് മുഹമ്മദ് ബിൻ ഉമർ തൻ്റെ ഗുരുവര്യന്മാരിൽ നിന്ന് ദൈവവചനമായ बला इन तस्बिरू व तत्तकू എന്നതിനെപ്പറ്റി നിവേദനം ചെയ്യുന്നു. അവർ ക്ഷമ കാണിക്കാതിരിക്കുകയും ഓടിക്കളയുകയും ചെയ്തപ്പോൾ അവരെ സഹായിക്കുകയുണ്ടായില്ല. അദ്ദേഹത്തിൽ നിന്നുള്ള മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഗുരുവര്യന്മാർ പറഞ്ഞു, മുസഅബ് ബിൻ ഉമൈർ ഷഹീദായപ്പോൾ മുസഅബ് ബിൻ ഉമൈറിൻ്റെ രൂപത്തിൽ ഒരു മലക്ക് പതാക പിടിക്കുകയുണ്ടായി. അന്ന് മലക്കുകൾ ഇറങ്ങിയെങ്കിലും യുദ്ധം ചെയ്യുകയുണ്ടായില്ല. ഹാരിസ് ബിൻ സിമ്മ ഈ അവസ്ഥകളുടെ നഖചിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഉഹദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്വരയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ മലയുടെ ഭാഗത്ത് കണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും മലക്കുകൾ അദ്ദേഹത്തോടൊപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാരിസ് പറയുന്നു, ഞാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ 7 കാഫിര്യങ്ങൾ മരിച്ചതായി കണ്ടു. ഞാൻ പറഞ്ഞു, നിന്റെ വലം കൈ വിജയിച്ചിരിക്കുന്നു. ഇവരെയെല്ലാം താങ്കളാണോ കൊന്നത്? അദ്ദേഹം പറഞ്ഞു, ഇയാളെ ഞാനാണ് വധിച്ചത്. മറ്റുള്ളവരെ കൊന്നയാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ റസൂൽ ഞങ്ങളോട് പറഞ്ഞത് സത്യമായിരുന്നു, അതായത് മലക്കുകൾ അദ്ദേഹത്തോടൊപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത്. ഇബ്നു സഅദ് അബ്ദുല്ലാ ബിൻ ഫസിൽ ബിൻ അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, പറയുന്നു, ഉഹദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈറിന് പതാക നൽകി. മുസ്അബ് ഷഹീദായപ്പോൾ മലക്ക് മുസ്അബിൻ്റെ രൂപത്തിൽ വന്ന് പതാക പിടിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്അബ് മുന്നോട്ട് ഗമിക്കൂ. അപ്പോൾ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ മുസ്അബ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മലക്കാണ് തിരിച്ചറിഞ്ഞു. ആ മലക്ക് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹായം നൽകപ്പെട്ടു. മുഹമ്മദ് ബിൻ സാബിത്തിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ദിവസം പറഞ്ഞു, മുസ്അബ് മുന്നോട്ട് കുതിക്കൂ. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുസ്അബ് ഷഹീദാകപ്പെട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും. എന്നാൽ ഒരു മലക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് അതിന് നൽകപ്പെടുകയും ചെയ്തു. അല്ലാമ ഇബ്നു അസാക്കിർ സാദ് ബിൻ അബി വക്കാസിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, പറയുന്നു, ഉഹദ് ദിവസം ഞാൻ അമ്പെയ്യുന്നതായും പ്രസ്തുത അമ്പുകൾ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ തിരിച്ച് എടുത്തുകൊണ്ടുവരുന്നതായും ഞാൻ കാണുകയുണ്ടായി. എനിക്ക് അയാൾ അറിയില്ലായിരുന്നു. അത് മലക്കാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഉമേർ ബിൻ ഇസ്ഹാഖ് നിവേദനം ചെയ്യുന്നു, ഉഹദ് ദിവസം ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരുപാട് അകന്നുപോയിരുന്നു. സഅദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ അമ്പെയ്തുകൊണ്ടിരുന്നു. ഒരു യുവാവ് അദ്ദേഹത്തിന് അമ്പുകൾ എടുത്തു കൊടുത്തിരുന്നു. അദ്ദേഹം അമ്പെയ്യുമ്പോഴെല്ലാം അയാൾ അത് എടുത്തുകൊണ്ടുവന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഇസ്ഹാഖ്, നിന്റെ അമ്പുകൾ കൊണ്ടിരിക്കുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ ആ യുവാവിനെ ഞങ്ങൾ എവിടെയും കണ്ടില്ല. ഞങ്ങൾക്കാർക്കും അയാളെ അറിയില്ലായിരുന്നു താനും. അല്ലാമ ബൈഹക്കി ഉർവയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ദൈവവചനമായ വലക്കത് സദക്കക്കുമുല്ലാഹു വാദ എന്നതിനെപ്പറ്റി അള്ളാഹു അവരോട് സബറും തഖ്വയും സ്വീകരിക്കുകയാണെങ്കിൽ 5000 മലക്കുകൾ മുഖേന സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ചെയ്യുകയുമുണ്ടായി. എന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധിക്കരിക്കുകയും അണികളെ ഉപേക്ഷിക്കുകയും അമ്പെയ്ത്തുകാരോട് നിങ്ങൾ അവിടെ നിന്ന് മാറരുത് എന്ന് ആജ്ഞാപിച്ചതിന് വിപരീതമായി അത് ഒഴിവാക്കിയിടുകയും ഭൗതികതയുടെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തപ്പോൾ അവർക്കുണ്ടായിരുന്ന മലക്കളുടെ സഹായവും എടുത്തുമാറ്റി. അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു, वलकद सदककुमुल्लाहु वादहु इस्तहसूनहुम बेइज़्ने. അള്ളാഹു നിങ്ങൾക്ക് തൻ്റെ വാഗ്ദാനം സത്യമായി കാണിച്ചു തന്നു. നിങ്ങളാകട്ടെ അവൻ്റെ കൽപ്പന ധിക്കരിക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹു തൻ്റെ വാഗ്ദാനം സത്യമായി കാണിച്ചു. അവർക്ക് വിജയം കാണിച്ചു കൊടുത്തു. എന്നാൽ അവർ കൽപ്പന ലംഘിച്ചപ്പോൾ അവരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തി. തൻ്റെ ഒരു ഖുത്ബയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയും ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്.
സഹാബാക്കൾ പറയുന്നു, ബദറിൽ ഇറങ്ങിയ മലക്കുകളുടെ ശിരസിൽ കറുത്ത തലപ്പാവാണ് ഉണ്ടായിരുന്നത്. അവർ ഒരേ യൂണിഫോമിലായിരുന്നു. സഹാബാക്കൾ മലക്കുകളെ വ്യത്യസ്ത സാഹചര്യത്തിൽ കണ്ടപ്പോൾ ഇതേപോലെ മലക്കുകൾ കറുത്ത തലപ്പാവ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നിവേദനങ്ങൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസൂബീൻ എന്നതിന് നൽകിയ തഫ്സീർ തന്നെയാണ് സംഭവിച്ചത്. അതുതന്നെയാണ് വിധിക്കപ്പെട്ടിരുന്നതും. അതുപോലെ ഉഹദ് യുദ്ധത്തിൽ കാണപ്പെട്ട മലക്കുകളുടെ ശിരസിൽ ചുവന്ന തലപ്പാവാണ് ഉണ്ടായിരുന്നത്. ചുവന്ന നിറം അല്പം ദുഃഖത്തെയും സൂചിപ്പിക്കുന്നു. കാരണം ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്കേറ്റ കാരണത്താൽ സഹാബാക്കൾക്കുണ്ടായ സങ്കടം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മറ്റൊരു കാലത്തും സഹാബാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് ഒരു ദുഃഖത്തിന് ശേഷം മറ്റൊരു ദുഃഖത്തിന്റെ വാർത്ത വന്നുകൊണ്ടിരുന്നു. അവർ ദുഃഖം കാരണം നിശ്ചേഷ്ടരായി മാറി. ചുരുക്കത്തിൽ ഈ യുദ്ധത്തിൽ മലക്കുകളുടെ അടയാളത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത നിറത്തിലും ദുഃഖത്തിൻ്റെയും രക്തത്തിൻ്റെയും അംശമുണ്ടായിരുന്നു, അതായത് ചുവന്ന നിറം. സഹാബാക്കൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവൻ ത്യജിച്ചതെന്നതിന് സഹാബാക്കളുടെ സ്ഥൈര്യത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും നിരവധി സംഭവങ്ങളുണ്ട്. ഹദരത്ത് അനസ് ബിൻ നദർ അൻസാരിയെ പറ്റി പറയുന്നു. ഹദരത്ത് അനസ് വിവരിക്കുന്നു, എൻ്റെ പിതൃവ്യൻ ഹദരത്ത് അനസ് ബിൻ നദർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് മുശ്രിക്കുകളോട് ചെയ്ത ആദ്യ യുദ്ധത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അള്ളാഹു മുശ്രിക്കീങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ എന്നെയും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് തീർച്ചയായും അള്ളാഹു കാണുന്നതാണ്. അങ്ങനെ ഉഹദ് ദിവസം വരികയും മുസ്ലിങ്ങൾ രണാങ്കണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവെ, ഇവർ ചെയ്തതിന് ഞാൻ നിന്നോട് ക്ഷമയാചിക്കുന്നു. അദ്ദേഹം തൻ്റെ കൂടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. അവർ നാലുപാടും ചിതറിപ്പിരിഞ്ഞിരുന്നു. തുടർന്ന് പറഞ്ഞു, ഞാൻ അവർ ചെയ്തതിനും നിന്നോട് ക്ഷമയാചിക്കുന്നു. അതായത് മുശ്രിക്കീങ്ങളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ മുന്നോട്ട് കുതിച്ചപ്പോൾ ഹദ്റത്ത് സഅദ് ബിൻ മുആദിനെ മുന്നിൽ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സഅദ് ബിൻ മുആദ്, സ്വർഗം. തുടർന്ന് പറഞ്ഞു, നദറിൻ്റെ നാഥനാണേ സത്യം, ഉഹദിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ സുഗന്ധം വരുന്നു. ഹദ്റത്ത് സഅദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പിന്നെ എനിക്ക് ചെയ്യാൻ കഴിയാത്തതാണ് അദ്ദേഹം ചെയ്തു കാണിച്ചത്. അദ്ദേഹം ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ വിവരിക്കുകയായിരുന്നു. പറയുന്നു, അദ്ദേഹം നിർഭയനായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം നിർഭയനായി ചെയ്തുകൊണ്ടിരുന്ന പോരാട്ടം എനിക്ക് സാധ്യമായിരുന്നില്ല. ഹദ്റത്ത് അനസ് പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വാളുകൊണ്ടുള്ളതോ കുന്തം കൊണ്ടുള്ളതോ അമ്പേറ്റതോ ആയ 80-ലധികം മുറിവുകൾ കാണുകയുണ്ടായി. ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഷഹീദായിട്ടുണ്ടായിരുന്നു. മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വികൃതമാക്കി. അദ്ദേഹത്തിൻ്റെ സഹോദരിക്കല്ലാതെ മറ്റാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ വിരലിലെ രേഖയിൽ നിന്നാണ് ഹദ്റത്ത് അനസിനെ തിരിച്ചറിഞ്ഞത്. ഹദ്റത്ത് അനസ് പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ പറ്റിയോ അദ്ദേഹത്തെ പോലെയുള്ളവരെ പറ്റിയോ ആണ് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി. വിശ്വാസികളിൽ ചിലർ അവർ അള്ളാഹുവുമായി ചെയ്തിട്ടുള്ള തങ്ങളുടെ വാഗ്ദാനം സത്യമാക്കി കാണിച്ചു കൊടുത്തു എന്ന ആയത്ത് ഇറങ്ങിയതെന്ന് കരുതുന്നു. ഇബ്നു ഇസാഖ് പറയുന്നു, അനസ് ബിൻ മാലിക്കിന്റെ പിതൃവ്യൻ അനസ് ബിൻ നദർ, തൽഹ ബിൻ ഉബൈദുല്ല, ഉമർ ബിൻ ഖത്താബ് തുടങ്ങിയ മുഹാജിർ അൻസാർ ആളുകളുടെ അടുക്കലൂടെ കടന്നു പോകാനിടയായി. അവർ ഇരിക്കുകയായിരുന്നു. അനസ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇരിക്കുന്നത്? അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിരിക്കുന്നു. അനസ് പറഞ്ഞു, എങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതുപോലെ നിങ്ങളും മരിക്കുവിൻ. തുടർന്ന് അനസ് കുഫാരിങ്ങളിലേക്ക് തിരിക്കുകയും ഷഹീദാവുകയും ചെയ്യുന്നതുവരെ പടപൊരുതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അനസ് ബിൻ മാലിക് എന്ന് പേര് വെച്ചത്. അനസ് ബിൻ മാലിക് പറയുന്നു, ഞാൻ ആ ദിവസം അനസ് ബിൻ നദറിനെ ശരീരത്തിൽ 70 മുറിവുകൾ പറ്റിയ അവസ്ഥയിലാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ സഹോദരിക്കല്ലാതെ മറ്റാർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ വിരലുകളിലെ അടയാളത്തിൽ നിന്നാണ്
അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. ഇതേപ്പറ്റി ഹസ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് ഇങ്ങനെ എഴുതുന്നു: ആ സമയത്ത് ഘോര യുദ്ധം നടക്കുകയായിരുന്നു. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ പരീക്ഷണത്തിന്റെ ഘട്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന വാർത്ത കേട്ട് വളരെയേറെ സഹാബാക്കൾക്ക് ധൈര്യം ചോർന്നു പോയിരുന്നു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് യുദ്ധമൈതാനത്തൊരു ഭാഗത്ത് മാറിപ്പോയി. അവരിൽ ഹസ്രത്ത് ഉമറുമുണ്ടായിരുന്നു. അങ്ങനെ അവർ യുദ്ധമൈതാനത്ത് ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു സഹാബി അനസ് ബിൻ നദർ അൻസാരി വന്നു. അവരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിരിക്കുന്നു, ഇനി യുദ്ധം ചെയ്യുന്നത് കൊണ്ട് എന്ത് കാര്യം? അനസ് പറഞ്ഞു, ഇത് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ട സന്ദർഭം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിച്ച അതേ മരണം നമുക്കും വരിക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണത്തിന് ശേഷം ജീവിതത്തിന് എന്ത് രസമാണുള്ളത്? അപ്പോൾ അവിടെ സഅദ് ബിൻ മുആസ് വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സഅദ്, എനിക്ക് മലയിൽ നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധം വരുന്നു. ഇതും പറഞ്ഞ് അനസ് ശത്രുക്കളുടെ അണികളിലേക്ക് നുഴഞ്ഞു കയറി ഒരുതിക്കൊണ്ട് ഷഹീദാവുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80-ലധികം മുറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ വിരലുകൾ കണ്ട് തിരിച്ചറിഞ്ഞു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയും ഇത് സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. ഹദ്രത്ത് അനസിന്റെ പിതൃവ്യനും ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം നല്ലവണ്ണം ധൈര്യം പ്രകടിപ്പിച്ചു. നല്ലപോലെ യുദ്ധം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് നല്ലപോലെ പ്രതിരോധിക്കുകയും ചെയ്തു. അവസാനം വിജയം വരിക്കുകയും വിജയത്തിന് ശേഷം മുസ്ലിങ്ങൾ ശത്രുക്കളെ ബന്ദികളാക്കുന്നതിലും അവരുടെ സമ്പത്തും സാമഗ്രികളും സ്വരുക്കൂട്ടുന്നതിലും വ്യാപൃതരായി. വിവരദോഷികളായ ശത്രുക്കൾ ഇതിനെ കൊള്ളയടി എന്നാണ് പറയുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, യുദ്ധം അവസാനിക്കുമ്പോൾ യുദ്ധമുതലുകൾ സ്വരുക്കൂട്ടുന്നതിന് ശത്രുക്കൾ കൊള്ളയടി എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് കൊള്ളയടിക്കുന്നതല്ല, മറിച്ച് ശത്രുക്കളെ ദുർബലരാക്കാനുള്ള ഒരു മാർഗമാകുന്നു. ഏതായാലും അനസ് തന്റെ കടമ പൂർത്തിയാക്കിയെന്ന് കരുതി. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടായിരുന്നു. ഏതാനും ഈന്തപ്പഴങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം യുദ്ധമൈതാനത്ത് നിന്ന് അല്പം പിറകിൽ വിജയത്തിന്റെ സന്തോഷത്തിൽ ഉലാത്തുകയായിരുന്നു. ഈന്തപ്പഴങ്ങൾ തിന്നാൻ തുടങ്ങി. അദ്ദേഹം അത് തിന്നുകൊണ്ട് ഉലാത്തിക്കൊണ്ടും ഒരു ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു കല്ലിൽ ഹദ്രത്ത് ഉമർ ഇരുന്ന് കരയുന്നത് കണ്ടു. അദ്ദേഹം ഹദ്രത്ത് ഉമറിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇന്ന് ചിരിക്കേണ്ട, സന്തോഷിക്കേണ്ട, ആശംസകൾ കൈമാറേണ്ട ദിവസമാണ്. ഇത്തരം അവസരത്തിൽ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഹദ്രത്ത് ഉമറിനെ സംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, സുഹൃത്തെ, ഇത് സന്തോഷിക്കേണ്ട ദിവസമാണ്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയിരിക്കുന്നു. നിങ്ങളാകട്ടെ ഇരുന്ന് കരയുകയാണല്ലോ. ഹദ്രത്ത് ഉമർ പറഞ്ഞു, വിജയത്തിന് ശേഷം എന്ത് സംഭവിച്ചുവെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിവില്ല. അദ്ദേഹം ചോദിച്ചു, എന്തു പറ്റി? ഹദ്രത്ത് ഉമർ പറഞ്ഞു, ശത്രു സൈന്യം പിന്നിലൂടെ വന്ന് വീണ്ടും ആക്രമിക്കുകയും അത് കാരണം മുസ്ലിം സൈന്യം ചിതറിപ്പിരിയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ അൻസാരി പറഞ്ഞു, ഉമർ, അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ കരയേണ്ട സന്ദർഭമാണോ? ഒരു ഈന്തപ്പഴം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അത് ഉടൻ തന്നെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് അതിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഉമറിനെയോ ഈന്തപ്പഴത്തെയോ സംബോധന ചെയ്തതായിരിക്കാം. നിനക്കും എൻ്റെ അള്ളാഹുവിനുമിടയിൽ ഈ ഈന്തപ്പഴമല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഹദ്രത്ത് ഉമറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് നമുക്ക് വേറെന്ത് പണിയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിടത്തേക്ക് നമുക്കും പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാളുമുയർത്തി ഒറ്റയ്ക്ക് ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തിലേക്ക് കയറി പൊരുതാൻ തുടങ്ങി. ഒരു വ്യക്തിക്ക് ആയിരങ്ങൾക്ക് മുന്നിൽ എന്ത് പ്രസക്തിയാണുള്ളത്? 4 ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് മേൽ ആക്രമണമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. യുദ്ധത്തിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മൃതദേഹം തിരയാൻ ഏർപ്പാടാക്കി. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ 70 കഷ്ണങ്ങളാണ് കിട്ടിയത്. ചില നിവേദനങ്ങളിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം വിരലിലെ ഒരു അടയാളം മുഖേന അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയോ മറ്റേതോ ഒരു ബന്ധുവോ ആണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് ഈ സംഭവം ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായി എന്ന വാർത്ത പരന്നപ്പോൾ അദ്ദേഹം, അതായത് ഹദരത്ത് അനസിന്റെ പിതൃവ്യൻ ഹദരത്ത് ഉമറിനെ ഒരു കുന്നിലിരുന്ന് കരയുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഉമർ എന്തിനാണ് കരയുന്നത്? മുസ്ലിങ്ങൾ വിജയം വരിച്ചിരിക്കുന്നുവല്ലോ. ഹദരത്ത് ഉമർ പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായത് നിനക്ക് അറിയില്ലായിരിക്കാം.
ഹസ്രത്ത് അനസിന്റെ പിതൃവ്യൻ അപ്പോൾ ഈന്തപ്പഴം തിന്നുകയായിരുന്നു. ഒന്ന് കയ്യിലുണ്ടായിരുന്നു. അത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കും അള്ളാഹുവിനുമിടയിൽ തടസ്സമായി ഇതല്ലാതെ മറ്റെന്താണുള്ളത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുണ്ടായിരുന്ന അനുരക്തി കാരണം ഹസ്രത്ത് ഉമറിനെ നിന്നയോടെ വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തേക്ക് പോയെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിടത്തേക്ക് നമുക്കും പോകാം. അദ്ദേഹം ഒറ്റയ്ക്ക് 3000 വരുന്ന ശത്രു സൈന്യത്തോട് പൊരുതി. ആഫ്രിങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്തനാണെന്ന് കരുതി കാണും. അദ്ദേഹം പൊരുതിക്കൊണ്ട് തന്നെ ഷഹാദത്ത് വരിച്ചു. യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം തെരഞ്ഞപ്പോൾ 70 കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയത്. ഓരോ സന്ധിബന്ധവും വെവ്വേറെ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഷഹാദത്ത് സംഭവം ഹദരത്ത് മുസ്ലിം മൗദ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വിശദീകരണം കൂടുതലാണ്, ചിലയിടത്ത് കുറവും. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ഹദീസിൽ പറയുന്നു, ഒരു അൻസാരി സഹാബിയായ ഹസ്രത്ത് മാലിക് ബിൻ അനസിന് അബദ്ധവശാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ബദരി സഹാബാക്കളിൽ നിന്ന് ബദർ യുദ്ധത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആവേശപൂർവ്വം എഴുന്നേറ്റ് ഉലാത്തിക്കൊണ്ട് പറയുമായിരുന്നു, എന്തു ചെയ്യാൻ, എനിക്ക് അവസരം കിട്ടിയാൽ വിശ്വാസി എങ്ങനെയാണ് ത്യാഗങ്ങൾ ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഭാഗഭാക്കായി. പിന്നിലൂടെ അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളുടെ ചുവടുകൾ അസ്ഥിരമാകുകയും അവർ യുദ്ധമൈതാനത്ത് നിന്ന് കുറേ ദൂരെയായി പോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കായി. ആഫ്രീങ്ങളുടെ കല്ലേറിൽ പരിക്കേറ്റ് മറ്റ് പരിക്കേറ്റവരുടെ ശരീരത്തിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോഴേക്കും വേറെ ചിലരും പരിക്കേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ വീണു. ഏതാനും നിമിഷങ്ങൾക്കകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രത്യക്ഷനായത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്നാണ് സഹാബാക്കൾ ധരിച്ചത്. അതേ തുടർന്ന് ചിലർ മദീനയിലേക്ക് ഓടി. അത് ഉഹദിന് അടുത്ത് തന്നെയായിരുന്നു. അവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന് പ്രചരിപ്പിച്ചു. ഈ വാർത്ത യുദ്ധമൈതാനത്തിന് അല്പം അകലെയുണ്ടായിരുന്നവർക്കു മേലും ഇടുത്തി പോലെയാണ് വന്ന് പതിച്ചത്. അവരിൽ ഹസ്രത്ത് ഉമറും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കല്ലിന്മേലിരുന്ന് കരയുകയായിരുന്നു. യുദ്ധത്തിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത മാലിക് ബിൻ അനസ് 2-3 ഈന്തപ്പഴങ്ങൾ കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കിലൂടെ കടന്നു പോവുകയായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾ വിജയിക്കുകയും ശത്രുക്കൾ പരാജയപ്പെടുകയും ചെയ്തിരുന്ന സമയത്താണ് രണാങ്കണത്തിൽ നിന്ന് അദ്ദേഹം വന്നത്. എന്നാൽ ഹദരത്ത് ഉമർ ശത്രുക്കൾ പിന്നിലൂടെ ആക്രമണം നടത്തിയ ശേഷമാണ് യുദ്ധമൈതാനത്ത് നിന്ന് വന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിക്കേറ്റ് വീണിരുന്നു. ചില സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന് കരുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം, അതായത് ഹദരത്ത് ഉമർ, കരയുകയായിരുന്നു. വിജയം വരിച്ചതിൽ മാലിക്കാകട്ടെ സന്തോഷവാനായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഇരുന്ന് കരയുന്നത് മാലിക്കിനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ആശ്ചര്യത്തോടെ ഹസരത്ത് ഉമറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഉമർ, ഇത് കരയേണ്ട സന്ദർഭമാണോ അതോ സന്തോഷിക്കേണ്ട സന്ദർഭമാണോ? അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയിരിക്കുന്നു, നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. ഹസരത്ത് ഉമർ തലയുയർത്തി അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മാലിക്, പിന്നീട് യുദ്ധഗതി മാറിയത് നിങ്ങൾക്കറിയില്ല. ശത്രുക്കൾ മലയുടെ പിന്നിലൂടെ വന്ന് വീണ്ടും ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിന്റെ ആഘാതം താങ്ങാനാവാതെ മുസ്ലിം സൈന്യം ചിതറിപ്പിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാവുകയും ചെയ്തു. ആ സമയത്ത് മാലിക്കിന്റെ കയ്യിൽ അവസാനത്തെ ഈന്തപ്പഴമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവരുമിടയിൽ ഈ ഈന്തപ്പഴമല്ലാതെ മറ്റെന്താണ് തടസ്സമായിട്ടുള്ളത്? തുടർന്ന് ഹസരത്ത് ഉമറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും ഇത് കരയാനുള്ള സന്ദർഭമല്ല. നമുക്ക് നമ്മുടെ പ്രേമഭാചനം പോയ വഴിയിൽ പോകാൻ തയ്യാറാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാൾ ഉറയിൽ നിന്നെടുത്ത് വലിയ ശത്രുനിരയ്ക്ക് നേരെ കുതിച്ചു. ഒരാൾ ഒറ്റയ്ക്ക് നൂറുകണക്കിന് ആളുകളെ എങ്ങനെ നേരിടാനാണ്? ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ ശരീരം കഷ്ണം കഷ്ണമായി ഭൂമിയിൽ വിതറപ്പെട്ടു. അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലിക് ബിൻ അനസ് എവിടെയാണെന്ന് തിരഞ്ഞു കണ്ടുപിടിക്കൂ. ജനങ്ങൾ വന്നു പറഞ്ഞു, അദ്ദേഹത്തെ എവിടെയും കാണാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തെ തിരയാൻ ആജ്ഞാപിച്ചു. ഇതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായെന്ന അസ്വസ്ഥഭരിതമായ വാർത്ത കേട്ട് മാലിക്കിന്റെ സഹോദരി രണാങ്കണത്തിൽ കരഞ്ഞുകൊണ്ട് എത്തിയിരുന്നു. അവരൊരു സ്ഥലത്ത്
ഒരു മൃതദേഹത്തിൻ്റെ കഷ്ണം കാണാനിടയായി. അതിലെ ഒരു വിരൽ കണ്ടപ്പോൾ അത് തൻ്റെ സഹോദരൻ മാലിക്കിൻ്റെ മൃതദേഹമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതേപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബാക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുണ്ടായിരുന്ന അനുരക്തി. ഈ വിവരണം ഇനിയും ഇൻഷാ അല്ലാഹ് തുടരുന്നതാണ്. ദുആകളിൽ യമനിലെ അഹമ്മദികളെയും ഓർക്കുക. അവർ ഇപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരിൽ ഒരുമയും ഐക്യവും ഉണ്ടാക്കുകയും ബുദ്ധിയും വിവേകവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ പൊതുവായ അവസ്ഥയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യുക. വളരെ വേഗം ലോകം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കരുണ ചെയ്യുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബും നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ ജനാസ സിറാലിയോൺ നായിബ് അമീർ ജനാബ് ഹാഫിസ് ഡോക്ടർ അബ്ദുൽ ഹമീദ് ഗമാങ്ക സാഹിബിൻ്റെതാണ്. ജനുവരി 13 ചെറിയൊരു കാലത്തെ അസുഖത്തിന് ശേഷം 47-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. സിറാലിയോൺ ജമാഅത്ത് അമീർ മൂസ മേവ സാഹിബ് എഴുതുന്നു, ഡോക്ടർ ഗമാങ്ക സാഹിബ് സിറാലിയോണിൽ ഏറ്റവും അധികം വസീയത്ത് ചന്ത കൊടുക്കുന്ന ആളായിരുന്നു. പറയുന്നു, ഞാൻ പുതിയ ജൽസാഗാഹ് വാങ്ങുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകാൻ അപേക്ഷിച്ചപ്പോൾ ഡോക്ടർ സാഹിബ് ഏറ്റവും കൂടുതൽ വാഗ്ദാനം നൽകുകയും തൻ്റെ വഫാത്തിന് മുമ്പേ 10,000 അമേരിക്കൻ ഡോളർ സംഭാവനയായി നൽകുകയും ചെയ്തു. ഡോക്ടർ സാഹിബ് നുസ്രത് ജഹാൻ സ്കീമിന് കീഴിൽ 5 വർഷത്തെ വഖഫ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ നൈജീരിയയിലാണ് നിയമിച്ചത്. പക്ഷേ ഇപ്പോൾ നടപടികൾ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്യുമെൻറ്റുകൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ ഒരു പാകിസ്ഥാനി ഡോക്ടർ പോയതിനാൽ അദ്ദേഹത്തിന് ഫ്രീ ടൗൺ ആശുപത്രിയിൽ സേവനത്തിന് അവസരം ലഭിച്ചു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയുണ്ടായി. ഈ കാലയളവിൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും അദ്ദേഹം ആസ്പത്രിക്ക് തന്നെ സംഭാവനയായി നൽകുകയും അതിൻ്റെ മോടി കൂട്ടുകയും അറ്റകുറ്റപ്പണികൾ ചെയ്യുകയുമുണ്ടായി. ഇത് പ്രാദേശിക കറൻസി പ്രകാരം 2 ലക്ഷം ലിയോൺ ആണ്. ഖിലാഫത്തിനോട് വളരെയേറെ സ്നേഹമുണ്ടായിരുന്നു. കാലത്തിൻ്റെ ഖലീഫയെ കാണാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. അത് അദ്ദേഹം ഇടയ്ക്കിടെ പറഞ്ഞിരുന്നു. ഞാനുമായി മുലാഖാത്തിന് വളരെയേറെ ശ്രമിച്ചെങ്കിലും വിസ ലഭിച്ചില്ല. 2 പ്രാവശ്യം ശ്രമിക്കുകയുണ്ടായി. മെഡിക്കൽ സർവീസിനിടയിൽ ആവശ്യക്കാരായ രോഗികളെ സൗജന്യമായും ചികിത്സിച്ചിരുന്നു. കോളേജ് ഫീസടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത നിരവധി അഹമ്മദി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുണ്ടായിരുന്നു. ഡോക്ടർ സാഹിബ് അവരെയും സഹായിച്ചിരുന്നു. വളരെയേറെ വിശ്വസ്തനും അധ്വാനിയും മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിത്വവുമായിരുന്നു. അദ്ദേഹം നമ്മുടെ ഇവിടെയുള്ള അട്ടോമി കാലൂൺ സാഹിബിൻ്റെ ചെറിയ സഹോദരി ദയായാദ കാമാങ്കയെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഇവർക്ക് 2 ചെറിയ മക്കളാണുള്ളത്. ഒരാൾക്ക് 3-4 വയസ്സുണ്ട്, മറ്റേയാൾക്ക് 2 വയസ്സും. ഒരു മകളും ഒരു മകനുമാണ്. അവിടെയുള്ള മുറബി സയ്യിദുൽ ഹസൻ ഷാ സാഹിബ് പറയുന്നു, അദ്ദേഹം നിരവധി ഗുണങ്ങളുടെ ഉടമയാണെന്ന് എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം. മൂസ മേവ സാഹിബ് പുതിയ അമീറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലെ പ്രകടമായ വ്യക്തിത്വം ഡോക്ടർ ഗമാങ്ക സാഹിബിൻ്റേതായിരുന്നു. കെനിയയിൽ ഗൈനക്കോളജിസ്റ്റ് സ്പെഷ്യൽ ഡിഗ്രി എടുത്ത് സിറാലിയോണിൽ വന്നതായിരുന്നു. തളരാതെ അധ്വാനിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. രാപ്പകൽ അധ്വാനിച്ചിരുന്നു. ഭാര്യമക്കൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടെന്ന് പോലും അദ്ദേഹം മറന്നിരുന്നു. ഖുർആൻ ഹാഫിസുമായിരുന്നു. നല്ല ഈണമുള്ള ശബ്ദത്തിൽ തിലാവത്ത് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ റമദാനിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇദ്ദേഹമാണ് തറാവി നമസ്കരിപ്പിച്ചത്. ജനങ്ങൾ അത് ഏറെ ആസ്വദിക്കുകയുണ്ടായി. വിനയവും ഡോക്ടർ സാഹിബിൻ്റെ പ്രത്യേക ഗുണമായിരുന്നു. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. തൻ്റെ രോഗത്തെയും പ്രയാസത്തെയും മറച്ചു വച്ചിരുന്നു. മുറബി സഫീർ സാഹിബ് പറയുന്നു, ഡോക്ടർ സാഹിബ് നിരവധി ഗുണങ്ങൾക്ക് ഉടമയായിരുന്നു. നാട്ടിൽ നല്ലപോലെ പ്രസിദ്ധനുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ രോഗശമനം നൽകിയിരുന്നു. ജനങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ അദ്ദേഹം ശാരീരിക ചികിത്സയ്ക്കൊപ്പം ആത്മീയ ചികിത്സയും നൽകിയിരുന്നു. അവർക്ക് അഹമ്മദിയ പാഠങ്ങളെപ്പറ്റിയും പറഞ്ഞു കൊടുത്തിരുന്നു. മർഹൂം നമസ്കാരം, നോമ്പ് എന്നിവയിൽ ശുഷ്കാന്തിയുള്ള ആളും തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയുമായിരുന്നു. ചന്തകൾ യഥാസമയം കൊടുത്തു വീട്ടിയിരുന്നു.
ജമാഅത്തി സേവനങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭൗതിക ജോലി ഒഴിവാക്കി ജമാഅത്തിൻ്റെ വിളിക്ക് ഉടൻ തന്നെ ലബ്ബൈക്ക് പറഞ്ഞിരുന്നു. ജമാഅത്തി ഭാരവാഹികളെയും മുറബിമാരെയും നല്ലപോലെ ബഹുമാനിച്ചിരുന്നു. ജുമാ നമസ്കാരത്തിന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പോർട്ട് ലോഗോയിലെ മസ്ജിദിൽ ജുമാ നമസ്കരിക്കാൻ എത്തിയിരുന്നു. സെക്കൻഡ് നായിബ് അമീർ അബ്ദുൽ ഹൈ കറോമ സാഹിബ് പറയുന്നു, ഡോക്ടർ ഗമാങ്ക സാഹിബ് സിയറാലിയോൺ പ്രാദേശിക ഭാഷയായ മേണ്ടയിൽ ഖുറാൻ തർജുമ കമ്മിറ്റി അംഗമായിരുന്നു. 5 നേര നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധനും തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന ആളുമായിരുന്നു. പറയുന്നു, അദ്ദേഹം ശരിയായ അർത്ഥത്തിൽ ജീവിതം വഖഫ് ചെയ്ത ആളായിരുന്നു. സർക്കാരി ജോലിക്ക് ശേഷം അഹമ്മദിയ ആസ്പത്രിയിൽ പോയിരുന്നു. മഗ്രിബ് വരെ അവിടെ ജോലി ചെയ്യുമായിരുന്നു. അതിനുശേഷം മിഷൻ ഹൗസിൽ വന്നിരുന്നു. ഒരുപാട് രാത്രി വരെ ജോലി ചെയ്തിരുന്നു. പിന്നെയാണ് വീട്ടിൽ പോയിരുന്നത്. അദ്ദേഹത്തിന് അധികവും സത്യസ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥയും വെളിപ്പെട്ടിരുന്നു. പറയുന്നു, ജമാഅത്തിന് ഭാവിയിൽ കർമ്മനിരതരായ ഒരുപാട് ആളുകളെ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കാലത്തിൻ്റെ ഖലീഫയുടെ നിർദ്ദേശാനുസരണം ദശവാർഷിക വിദ്യാഭ്യാസ പദ്ധതി തയ്യാറാക്കിയിരുന്നു. പറയുന്നു, നായിബ് അമീർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹവുമായി വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു. ജമാഅത്തിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടും അടിയാറുകളോടുമുള്ള കടപ്പാടുകൾ, ദാനധർമ്മം, വിനയം, സാമ്പത്തിക ത്യാഗം തുടങ്ങി നിരവധി സൽഗുണങ്ങൾ അദ്ദേഹത്തിലുണ്ടായിരുന്നു. അൽവാമി സീസ സാഹിബ് പറയുന്നു, അദ്ദേഹം 1989 സിയറാലിയോൺ ജാമിയത്തുൽ മുബശ്ശിരിൽ അഡ്മിഷൻ എടുത്തു. 91 പഠനം പൂർത്തിയാക്കി. പഠനത്തിൽ വളരെ നല്ല മാർക്ക് വാങ്ങിയിരുന്നു. എപ്പോഴും ഉയർന്ന മാർക്കോടെയാണ് വിജയിച്ചിരുന്നത്. ആദ്യം നിയമിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാൻ തുടങ്ങി. സ്വന്തം നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയതാണ്. സിയറാലിയോണിൽ നിയമിക്കപ്പെട്ടിരുന്ന എല്ലാ പാകിസ്ഥാനി മുബല്ലിഗുമാർക്കും സിവിൽ വാർ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഡോക്ടർ സാഹിബ് ഫ്രീ ടൗണിലെത്തി മിഷണറിയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇക്കാലഘട്ടത്തിൽ ആക്ടിംഗ് അമീറുമായിരുന്നു. ഇവിടെ മർക്കസിൽ നിന്ന് സിയറാലിയോൺ ജമാഅത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചിരുന്നു. കലാപകാരികൾ അതറിഞ്ഞപ്പോൾ അവർ മിഷൻ ഹൗസ് ആക്രമിച്ചു. ഏതായാലും അവർ മുകളിൽ സീലിംഗിലും മറ്റും ഒളിച്ചിരുന്നു. വിവരിക്കുന്ന ആൾ പറയുന്നു, പക്ഷേ ഇദ്ദേഹം കലാപകാരികളുടെ കയ്യിൽപ്പെട്ടു. അവർ അദ്ദേഹത്തിൻ്റെ തലയിൽ തോക്ക് വെച്ചുകൊണ്ട് സ്റ്റോറിൻ്റെ താക്കോൽ തന്നില്ലെങ്കിൽ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. ഈ അവസ്ഥ ശരിക്കും ഭീകരമാണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഗമാങ്ക സാഹിബ് താഴെ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു. അതവർക്ക് നൽകി. അവർ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളെടുത്ത് ശേഷം തിരിച്ചുപോയി. ഖാലിദ് മമ്മൂ സാഹിബ് എഴുതുന്നു, ഡോക്ടർ സാഹിബ് ഖിലാഫത്തിനോട് ഏറെ കൂറും ആത്മാർത്ഥതയുള്ള ആളും ആത്മാർത്ഥനായ അഹമ്മദിയുമായിരുന്നു. എല്ലാവരോടും ആദരവോടെ പെരുമാറിയിരുന്നു. ജമാഅത്തിൻ്റെ കാര്യത്തിൽ വേദനയുള്ള ആളായിരുന്നു. വലിയവരോടും ചെറിയവരോടും നല്ല ആദരവോടെ പെരുമാറിയിരുന്നു. ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് അംഗീകരിച്ചിരുന്നു. ജമാഅത്തിൽ എല്ലാ നിമിഷവും ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥരായ ആളുകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. തെറ്റിനെ തെറ്റാണെന്നും ശരിയെ ശരിയാണെന്നും പറയുന്ന വളരെ കുറച്ചുപേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡോക്ടർ സാഹിബ് ധീരനായ വ്യക്തിയായിരുന്നു. സംസാര രീതി വളരെ മനോഹരമായിരുന്നു. സൗമ്യഭാവത്തിൽ എല്ലാവരോടും സംസാരിച്ചിരുന്നു. എല്ലാ ജോലിയും മാറ്റിവെച്ച് നമസ്കാരം അനുഷ്ഠിച്ചിരുന്നു. ആരെങ്കിലും പരുഷമായി സംസാരിച്ചാലും സൗമ്യമായി മറുപടി നൽകുമായിരുന്നു. അതോടൊപ്പം അഹമ്മദികൾ പരുഷമായി സംസാരിക്കരുതെന്നും പറയുമായിരുന്നു. ലജ്ന ഇമാല്ല UK സിയറാലിയോണിൽ ഒരു മേറ്റർനിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ വലിയ പ്രൊജക്റ്റാണ്. മുൻ സദർ സാഹിബ ഡോക്ടർ ഫരീഹ അത് നോക്കാൻ അവിടെ പോയിരുന്നു. അവർ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ജനോപകാരിയായിട്ടാണ് കണ്ടത്. ലജ്നയുടെ മേറ്റർനിറ്റി ഹോസ്പിറ്റൽ കാണാൻ പോയപ്പോൾ ഡോക്ടർ സാഹിബുമായി മുലാഖാത്ത് ചെയ്തിരുന്നു. ലജ്നയുടെ ഹോസ്പിറ്റലിന് വളരെ വിലയേറിയ അഭിപ്രായങ്ങൾ നൽകുകയുണ്ടായി. അതിനുശേഷം തൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മനുഷ്യസേവന തൽപരത എന്നെ ഏറെ ആകർഷിച്ചു. വളരെ പ്രയാസമേറിയ അവസ്ഥയായിരുന്നിട്ടും രോഗികളുടെ ഒരു ശൃംഖല തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിരുന്നു. പക്ഷേ പുഞ്ചിരിയും സഹാനുഭൂതിയും മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. താൻ തൻ്റെ ദരിദ്ര രാജ്യത്തിലെ സാധുക്കളായ പൗരന്മാരെ സേവിക്കുകയാണെന്ന ഒരു പ്രത്യേക വികാരമായിരുന്നു. മേറ്റർനിറ്റി ഹോസ്പിറ്റൽ പൂർത്തിയായാൽ ഇദ്ദേഹത്തെ അവിടെ നിയമിക്കാമെന്നതായിരുന്നു അവർ കരുതിയത്. പക്ഷേ അള്ളാഹു ചെയ്യുന്നത് മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖാദിയാത്ത പറയുന്നു, എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനും
ആത്മാർത്ഥതയും സർവം സമർപ്പിച്ച അഹമ്മദിയുമായിരുന്നു. എപ്പോഴും തൻ്റെ സ്വന്തം കാര്യങ്ങളെക്കാൾ ജമാഅത്തിന് മുൻഗണന നൽകിയിരുന്നു. സെനഗലിൽ പോകുന്നതിന് മുമ്പേ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി സെനഗലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് വിശ്വാസവും അള്ളാഹുവിൽ തവക്കലുമുണ്ട്. അതാണ് നമ്മുടെ എല്ലാം. എന്തു തന്നെയായാലും നീ പരിഭ്രമിക്കരുത്. പറയുന്നു, അദ്ദേഹം തൻ്റെ രോഗികളെ, പ്രത്യേകിച്ചും അഹമ്മദികളെ സൗജന്യമായി ചികിത്സിച്ചിരുന്നു. അവരെ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഒരുപാട് നന്മകൾ പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ജനങ്ങൾ പറഞ്ഞതാണിത്. പറയുന്നു, അദ്ദേഹം നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളും ഒരു ഉപേക്ഷയും വരുത്താതെ തൻ്റെ വസിയത്ത് എല്ലാത്തരം വരുമാനത്തിൻ്റെ കണക്കുമനുസരിച്ച് കൊടുക്കുന്ന വ്യക്തിയുമാണെന്ന് ഞാൻ സാക്ഷ്യം നൽകുന്നു. എല്ലാ വർഷവും റമദാനിൽ വിശുദ്ധ ഖുർആൻ ചുരുങ്ങിയത് 1-2 തവണ ഓതി പൂർത്തിയാക്കുകയും എന്നോടും അതിനുവേണ്ടി ഉപദേശിക്കുകയും ചെയ്തിരുന്നു. വളരെ നല്ല ഭർത്താവും പിതാവുമായിരുന്നു. എപ്പോഴും സന്തോഷം നൽകുന്ന ആളായിരുന്നു. അള്ളാഹു മർഹൂമിനോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യാമക്കൾക്ക് അവൻ സഹായിയും സംരക്ഷകനുമാകട്ടെ. രണ്ടാമത്തെ അനുസ്മരണം താഹിറ നസീർ സാഹിബയുടേതാണ്. താഹിറ റഷീദുദ്ദീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവർ മുറബി സിൽസില ചൗധരി റഷീദുദ്ദീൻ സാഹിബിൻ്റെ പത്നിയാണ്. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ പിതാമഹൻ ഹദരത്ത് ചൗധരി ഗുലാം ഹുസൈൻ സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് വന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാമഹൻ ചൗധരി ഗുലാം ഹൈദർ സാഹിബ് ധാരിവാളും ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ സ്വഹാബിയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവർ ചൗധരി റഷീദുദ്ദീൻ സാഹിബിൻ്റെ ഭാര്യയായിരുന്നു. 1958 ഡിസംബറിൽ മൗലാന ജലാലുദ്ദീൻ ഷംസാഹിബ് ഹദരത്ത് മുസ്ലിം മൗദിൻ്റെ സാന്നിധ്യത്തിൽ ഇവരുടെ നിക്കാഹ് ഖുത്ബ നിർവഹിക്കുകയുണ്ടായി. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ആണ് ദുആ ചെയ്യിപ്പിച്ചത്. അവർ തൻ്റെ ഒരു സ്വപ്നം വിവരിച്ചുകൊണ്ട് പറയുന്നു, 1980 മജ്ലിസ് മുഷാവറത്തിൽ പങ്കെടുക്കാൻ എനിക്കും പ്രതിനിധിയായി ടിക്കറ്റ് കിട്ടിയിരിക്കുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസും മുഷാവറത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മജ്ലിസിൽ പ്രായമനുസരിച്ച് ആരാണ് സഹാബിയാവുക എന്നതിനെപ്പറ്റി ചർച്ച നടക്കുകയാണ്. പറയുന്നു, ഞാൻ വീട്ടിലെത്തി വളരെ സങ്കടത്തോടെ പറഞ്ഞു, അള്ളാഹുവെ, ഞാനും അന്നുണ്ടായിരുന്നുവെങ്കിൽ ഞാനും സഹാബിയത്തിൽ ഉൾപ്പെടുമായിരുന്നു. പറയുന്നു, അതിനിടയിൽ ഞാൻ സ്വപ്നത്തിൽ ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിനെ സന്ദർശിക്കുന്നത് കണ്ടു. ഹുസൂർ എൻ്റെ വീട്ടിൽ വലതുവശം ചരിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ശിരസിൻ്റെ ഭാഗത്ത് പോയി നിൽക്കുന്നു. ഹുസൂർ വളരെ സ്നേഹവാത്സല്യത്തോടെ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എന്തിനാണ് വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഹുസൂർ, ഞാൻ അങ്ങയുടെ ശരീരത്തിൽ തിരുമാൻ ആഗ്രഹിക്കുന്നു. ഹുസൂർ തൻ്റെ വലത് കൈ നീട്ടി തന്നു. ഞാൻ നല്ലപോലെ ആ കൈ തിരുമ്മിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഹുസൂർ നമസ്കാരത്തിന് വരാന്തയിലേക്ക് പോയി. ഞാനും വരാന്തയിലേക്ക് വന്നപ്പോൾ വളരെയേറെ ആളുകളെ കണ്ടു. ജനങ്ങൾ വാതിലുകളിലൂടെയും ജനാലകളിലൂടെയും ഹുസൂറിനെ കാണാൻ കയറിയിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഹുസൂർ എൻ്റെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അവർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്കറിയില്ലേ? പറയുന്നു, ചക്ക് 37 ഏതോ ഒരു സ്ത്രീ റൊട്ടി ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കുന്നത് ഒഴിവാക്കൂ. ഹുസൂർ ഹദരത്ത് മസീമദ് അലി ഇസ്ലാം എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ വന്ന് കാണൂ. പറയുന്നു, അതിനുശേഷം ഷൂറയിൽ ഹദരത്ത് മസീമദ് ഇസ്ലാമിനെ കണ്ടവർ സഹാബാക്കളാണെന്ന് തീരുമാനമായി. എൻ്റെ വീട്ടിൽ ഹുസൂർ 2 പകലും ഒരു രാത്രിയും തങ്ങിയിട്ടുണ്ട്. ഞാനും സഹാബാക്കളിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിനോടുള്ള അനന്തമായ നന്ദി എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയും? അവരുടെ മകൻ ഡോക്ടർ അലീമുദ്ദീൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ അയർലാൻഡിൽ ദേശീയ സദറാണ്. അദ്ദേഹം പറയുന്നു, അള്ളാഹു ഞങ്ങളുടെ മാതാവിനെ നിരവധി നന്മകൾ കൊണ്ട് അനുഗ്രഹിച്ചിരുന്നു. അതിൽ പ്രകടമായത് അള്ളാഹുമായുള്ള ബന്ധവും അള്ളാഹുവിനോടുള്ള വ്യക്തിഗത സ്നേഹവും അനുരക്തിയുമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ദുആ സ്വീകാര്യതയുടെ സവിശേഷതയും വളരെ പ്രകടമായിരുന്നു. അവർ സൽസ്വപ്നങ്ങളും കശ്ഫും ഉള്ള സ്ത്രീയായിരുന്നു. ഖിലാഫത്തിനോടുള്ള വ്യക്തിഗതമായ സ്നേഹബന്ധങ്ങൾ ജീവിതത്തിലുടനീളം പ്രകടമായിരുന്നു. തൻ്റെ മക്കളിലും അത് നിലനിർത്താൻ അവർ ശ്രമിച്ചിരുന്നു. പറയുന്നു, ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പറയപ്പെട്ടിരുന്ന മഹാന്മാരായ വ്യക്തിത്വങ്ങൾ ഭൗതികമായി പ്രത്യേകതയുള്ളവരല്ലായിരുന്നു, മറിച്ച് ഖലീഫമാരായിരുന്നു. അല്ലെങ്കിൽ ചെറിയ പ്രായം മുതലേ ഞങ്ങളുടെ കാതുകളിൽ കേട്ടിരുന്ന മഹതികളായ സ്ത്രീകളുണ്ടായിരുന്നു. അവരോടെല്ലാം ഉമ്മ ദുആക്ക് വേണ്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാതെ സ്വന്തമായി ദുആ ചെയ്ത് മറ്റുള്ളവരോട് പറയാതിരുന്നിട്ടില്ല.
മറ്റുള്ളവരുടെ അടുത്തുപോയി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നു, മാതാവിൻ്റെ വ്യക്തിത്വത്തിൽ പ്രകടമായിട്ടുണ്ടായിരുന്ന മറ്റൊരു സവിശേഷത ജമാഅത്തിൻ്റെ അഭിമാനമായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ ജമാഅത്തിനെ പറ്റി അനുചിതമായ വാക്കുകൾ പറയുകയുണ്ടായി. പൊതുവെ ആളുകൾ ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ നിശബ്ദരായിരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഉമ്മ ഉടൻ തന്നെ ശക്തമായി പ്രതികരിച്ചു. ആദ്യം അവരെ തടയുകയും പിന്നെ തിരുത്തുകയും ചെയ്തു. അവർ ബന്ധുക്കളോട് കലഹിക്കേണ്ടി വന്നാലും ജമാഅത്തിൻ്റെ അന്തസ്സിന് കോട്ടം തട്ടാൻ അനുവദിക്കുകയില്ല എന്നതാണ് അവരെക്കുറിച്ച് കുടുംബത്തിൽ പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭർത്താവ് ചൗധരി റഷീദുദ്ദീൻ സാഹിബ് വഖഫ് ചെയ്തയാളും മുറബിയുമായിരുന്നു. 2 തവണ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്. ഇവർ പാകിസ്ഥാനിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. തൻ്റെ മക്കൾക്ക് നല്ല ശിക്ഷ നൽകാൻ ശ്രമിച്ചു. പറയുന്നു, ഞങ്ങൾ ആൺകുട്ടികളുടെ സൗഹൃദത്തെപ്പറ്റിയും അവർ ആരാണ്, എങ്ങനെയുള്ളവരാണ് എന്നെല്ലാം അവർക്കറിയാമായിരുന്നു. നാട്ടിലെ നല്ലവരും എഴുത്തും വായനയുമുള്ള കുട്ടികളുമായി സൗഹൃദമുണ്ടാക്കണമെന്നും അല്ലാതെ ഏതെങ്കിലും കുട്ടികളുമായി ആകരുതെന്നും പറയുമായിരുന്നു. പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ളത് അവർക്കെപ്പോഴും അള്ളാഹുവിനോട് സ്നേഹമുള്ള സ്ത്രീകളുമായിട്ടായിരുന്നു സൗഹൃദമുണ്ടായിരുന്നത്. ഭൗതികരുടെ സദസ്സിൽ എനിക്ക് രസം കിട്ടുന്നില്ല എന്നും മറിച്ച് സാധാരണക്കാരും ദീനിൽ താല്പര്യമുള്ളവരുമായിട്ടാണ് തനിക്ക് താല്പര്യമെന്നും എപ്പോഴും പറയുമായിരുന്നു. അവരുടെ മക്കൾ സുബ്ദയും ആബിദയും പറയുന്നു, ഞങ്ങൾക്ക് ബോധമുണ്ടായ കാലം മുതൽ ഉമ്മയെ ഇബാദത്ത് ചെയ്യുന്നതായും ദുആ ചെയ്യുന്നതായും എല്ലാവരോടും ഇടപഴകുന്നതായും നല്ല സ്വഭാവമുള്ളതുമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇബാദത്തുകൾ വളരെ ആർദ്രമായും നഫ്ലുകളും തഹജ്ജുദും താല്പര്യപൂർവ്വവും അനുഷ്ഠിച്ചിരുന്നു. എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ വാതിലടിച്ച് ഒരുപാട് നേരം സുജൂദ് ചെയ്യുമായിരുന്നു. വഖഫ് സിന്ദഗി ആയതുകൊണ്ട് ചിലപ്പോൾ അരിഷ്ടതയും വന്നിട്ടുണ്ടെങ്കിലും വളരെ ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചും അതെല്ലാം സഹിക്കുകയുണ്ടായി. അള്ളാഹുവിനോടാണ് ചോദിച്ചിരുന്നത്. ഹജ്ജിന് പോകാനും അവർക്ക് സൗഭാഗ്യം ലഭിച്ചിരുന്നു. അള്ളാഹു അവരുടെ പ്രസ്തുത ആഗ്രഹവും നിറവേറ്റി കൊടുക്കുകയുണ്ടായി. 11 ഏത്തിക്കാഫ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിരുന്ന ആളുകളുടെ പെൺമക്കളും സ്ത്രീകളും അവരുടെ വാത്സല്യത്തെയും സ്വഭാവത്തെയും സൽപെരുമാറ്റത്തെയും പറ്റി അനുസ്മരിക്കുകയുണ്ടായി. ദീനി പുസ്തകങ്ങൾ പ്രത്യേകമായും വായിച്ചിരുന്നു. പ്രത്യേകിച്ചും ചരിത്ര പുസ്തകങ്ങൾ വളരെ താല്പര്യത്തോടെ വായിച്ചിരുന്നു. ജുമാ ദിവസം ഇബാദത്തിന് പ്രത്യേകമായും തയ്യാറായി മണിക്കൂറുകൾക്ക് മുമ്പേ പള്ളിയിൽ പോയി നഫലുകൾ അനുഷ്ഠിക്കുമായിരുന്നു. അവരുടെ ഒരു മകൻ സലീമുദ്ദീൻ സാഹിബ് മുറബിയും ഇപ്പോൾ റബുവിയിൽ നാസിർ ഉമുറാമയുമാണ്. പറയുന്നു, ഉമ്മ വഖഫ് സിന്ദിയുടെ ഭാര്യയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ ജലാലുദ്ദീൻ ഷം സാഹിബാണ് നിക്കാഹ് ഖുത്ബ നിർവഹിച്ചത്. ഹദ്റത്ത് മുസ്ലിം മൗദ് ദുആ ചെയ്യിച്ചു. അതേക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നിക്കാഹ് മറ്റൊരു സ്ഥലത്ത് നടക്കേണ്ടതായിരുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. മൗലാന അബുലത്ത ജലന്ധരി റബുവയിലെ മസ്ജിദ് നുസ്രത്തിൽ നിക്കാഹ് ഖുത്ബ നിർവഹിക്കേണ്ടതായിരുന്നു. എല്ലാ ആളുകളും എത്തിയിരുന്നു. ഹദ്റത്ത് മൗലാന അബുലത്ത സാഹിബ് ജാലന്ധരി എല്ലാ നിക്കാഹുകളും വിളംബരപ്പെടുത്തിയെങ്കിലും ഇദ്ദേഹത്തിൻ്റേത് വിളംബരം ചെയ്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വഖഫ് സിന്ദഗിയാണ്, നിങ്ങളുടെ നിക്കാഹ് ഹദ്റത്ത് മുസ്ലിം മൗദ് വിളംബരപ്പെടുത്തുന്നതാണ്, അഥവാ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ നിക്കാഹ് നടക്കേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് വേണ്ട എന്ന് പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിക്കാഹ് തായറ സാഹിബയുമായി നടന്നു. ഈ വിവാഹം വളരെ അനുഗ്രഹീതമായി മാറുകയും ചെയ്തു. ചന്തയിൽ വളരെ കൃത്യനിഷ്ഠ പാലിച്ചിരുന്നു. കാനഡ മാൽ സെക്രട്ടറി അദ്ദേഹത്തിന് എഴുതുന്നു, ഞാൻ സ്വപ്നത്തിൽ രജിസ്റ്റർ തുറന്ന് ചന്തയുടെ കണക്കുകൾ നോക്കുന്നതായി കണ്ടു. ഇതിനിടയിൽ താഹിറ റഷീദുദ്ദീൻ സാഹിബ് വന്ന് അടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ തരീഖ് ജദീദിൽ $5000 ചന്ത എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ പേര് 5000 രജിസ്റ്റർ, അതായത് തരീഖ് ജദീദിൻ്റെ ആദ്യത്തെ 5000 പേരുടെ രജിസ്റ്ററിൽ ഉൾപ്പെടുന്നതാണ്. ഈ സ്വപ്നത്തിൽ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ആ സമയത്ത് ഇവർ പാകിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അവർക്ക് ഈ സ്വപ്നം കൽപ്പിച്ചു കൊടുത്തു. അവർ പറയുന്നു, അവർ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അള്ളാഹു അവർക്ക് സമൃദ്ധി നൽകിയിട്ടുണ്ട്. ഈ സ്വപ്നം കൽപ്പിച്ചതും അവർ ഉടൻ തന്നെ $5000 നൽകുകയുണ്ടായി. അള്ളാഹു അവരോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ നന്മകൾ തുടരാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. الحمد لله
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر